വാർത്തയിലേക്ക് വിശദമായി. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. 11 പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീംകോടതി റദ്ദാക്കി. പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി 11 പ്രതികളും 2 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണമെന്ന് നിർദ്ദേശിച്ചു. ER രാഗേഷിന്റെ റിപ്പോർട്ടിലേക്ക്. 2002 ഗുജറാത്ത് കലാപത്തിനിടെ അന്ന് 21 വയസ്സ് പ്രായമുള്ള ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും ഒപ്പം കുടുംബത്തിലെ കുഞ്ഞുൾപ്പെടെ 7 പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായക വിധി. ഈ കേസിലെ പ്രതികളെ കഴിഞ്ഞ 2022 ഓഗസ്റ്റ് 15-നാണ് ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചത്. അതായത് 14 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ശിക്ഷയിൽ ഇളവ് നൽകിക്കൊണ്ട് ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായത്. ഇതിനെ ചോദ്യം ചെയ്ത് ബിൽക്കിസ് ബാനു, ഒപ്പം തന്നെ CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര തുടങ്ങിയവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. സുപ്രീം കോടതി ഏതായാലും ഇളവ് നൽകിയ പ്രതികളെ മോചിപ്പിച്ച നടപടി, ഗുജറാത്ത് സർക്കാരിന്റെ നടപടി റദ്ദാക്കിയിരിക്കുകയാണ്. ഒപ്പം കടുത്ത വിമർശനവും സുപ്രീം കോടതി ഉന്നയിച്ചു. അതായത് 2022 മെയ് മാസത്തിലാണ് പ്രതികളിൽ ഒരാൾ ഇത്തരത്തിൽ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ ചില വസ്തുതകൾ മറച്ചുവെച്ച് തെറ്റായ വ്യാഖ്യാനങ്ങളോട് അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഇത്തരമൊരു അനുകൂലമായ ഉത്തരവ് സമ്പാദിച്ചത്. തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്ത് സർക്കാർ പ്രതികളെ 2022 ഓഗസ്റ്റ് 15-ന് മോചിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ 2021 തന്നെ ഗുജറാത്ത് സർക്കാർ ഇത്തരത്തിൽ ഗുജറാത്ത് സർക്കാരിന് ഈ പ്രതികളെ മോചിപ്പിക്കാൻ അധികാരമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ഈ ഉത്തരവ് ലഭിച്ച ഉടൻ പ്രതികളെ മോചിപ്പിക്കുന്ന നടപടിയാണ് ഗുജറാത്ത് സർക്കാർ സ്വീകരിച്ചെന്ന വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. മാത്രമല്ല, ഈ കേസിന്റെ വാദത്തിനിടയിലെല്ലാം തന്നെ ഗുജറാത്ത് സർക്കാർ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് കോടതി വ്യക്തമാക്കി. ഒപ്പം ഗുജറാത്ത് സർക്കാരിന് ഇത്തരത്തിൽ പ്രതികളെ മോചിപ്പിക്കാൻ യാതൊരു അധികാരവുമില്ല. കാരണം ഈ കേസിന്റെ വിചാരണ എല്ലാം നടന്നത് മഹാരാഷ്ട്രയിലാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനമെടുക്കാനുള്ള അധികാരം മഹാരാഷ്ട്ര സർക്കാരിനാണെന്ന് കൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രതികൾ ഇത്തരത്തിൽ ഗുജറാത്ത് സർക്കാരിന്റെ ഇളവ് ചെയ്ത നടപടി റദ്ദാക്കിയ സാഹചര്യത്തിൽ പ്രതികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണം എന്ന നിർദ്ദേശമാണ് ജസ്റ്റിസ് BB നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പ്രതികൾക്കൊപ്പം തന്നെ ഗുജറാത്ത് സർക്കാരിനും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ER രാഗേഷിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മാലദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശം വിവാദമായിരിക്കെ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം. ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബിനെയാണ് വിളിച്ചു വരുത്തിയത്. പരാമർശത്തിൽ ഹൈക്കമ്മീഷണറെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചതായാണ് സൂചന. ഇന്ത്യയുടെ നടപടിക്ക് പിന്നാലെ മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയവും വിളിച്ചു വരുത്തി. പരാമർശം വിവാദമായതിന് പിന്നാലെ മന്ത്രിമാരായ മറിയം ഷിനുവ, മാൽക്ക ഷെരീഫ്, അബ്ദുള്ള മൻസൂർ, മജീദ് എന്നിവരെ So the words by the minister in no way a reflection of how the Maldivian people view India and Indian people. So I do want to apologize. And across the political spectrum, political parties and politicians, former ministers and current even coalition partners in the government, and my own party, the minority party in parliament, we've all condemned these derogatory remarks by the minister in the government of Maldives. And I want to obviously use this opportunity to say to the Indian people, please keep coming to the Maldives. We appreciate and value your presence here in the Maldives. We value the doctors you send. We value the teachers you send. We value the tourists you send. So please do keep coming back. We're an intertwined people, culturally, socially, we're intertwined, and we can't separate that. And I do hope that these remarks by the minister will be a one-off, and it won't be a reflection of either the Maldivian people or even the government of Maldives. It is not it is not an opinion that any government in the Maldives can afford to take. പ്രമുഖ ടൂറിസം കമ്പനിയായ ഈസ്റ്റ് മൈ ട്രിപ്പ് മാലദ്വീപിലേക്കുള്ള ടൂറിസം ബുക്കിംഗ് പൂർണ്ണമായും റദ്ദാക്കി. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. हमने रिसेंटली जो सोशल मीडिया पे चल रहा है, जो हमें बयान सुनने में मिल रहे हैं मालदीव्स के गवर्नमेंट के रिप्रेजेंटेटिव से, उसके तहत हमने डिसाइड किया है कि अब हम आगे से कोई भी मालदीव्स की बुकिंग एक्सेप्ट नहीं करेंगे। हमारे देश में 3 लाख लोग हर साल मालदीव जाते थे।
अब वो इज़्मा ट्रिप पे ये फैसिलिटी अवेल नहीं कर पाएंगे। ഇന്ത്യക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് മാലദ്വീപിന് മുന്നോട്ടു പോകാനാകില്ലെന്ന് നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ പ്രതികരിച്ചു. ഇത്ര അടുത്തുള്ള ഒരു രാജ്യം ഇന്ത്യക്ക് എതിരായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ലല്ലോ. സോഷ്യൽ മീഡിയയിലൊക്കെ തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ട്. അത് ഒരു ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരാണ്. ഇതിൽ ചൈനയാണ് ഒരു വില്ലൻ എന്ന് പറയാം. കാരണം ചൈനയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കൺസെഷൻസ് വാങ്ങിക്കുന്ന ഒരു രീതിയാണ് മാൽഡീവ്സ് പണ്ടും, മാൽഡീവ്സ് മാത്രമല്ല ശ്രീലങ്കയും നേപ്പാളും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ചെറിയ രാജ്യങ്ങൾ പലതരത്തിൽ ഇന്ത്യയിൽ നിന്ന് കൺസെഷൻസ് നേടാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നത്തിലേക്കൊന്നും ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ തീർച്ചയായിട്ടും അതിന് അപ്പോളജൈസ് ചെയ്യും. നമ്മളും അത് തീർത്ത് പറയും, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അങ്ങനെ അത് അവസാനിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. മാലദ്വീപിന്റെ പുതിയ നിലപാടിന് പിന്നിൽ ചൈനയും പാകിസ്ഥാനും എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് പ്രതികരിച്ചു. എക്കാലത്തും മാലദ്വീപിന്റെ സാമ്പത്തികവും സൈനികവുമായ പല കാര്യങ്ങളിലും ഭാരതമായിരുന്നു താങ്ങി നിർത്തിയിരുന്നത്. മാലദ്വീപ് ഇപ്പോൾ ഒരു ഭരണമാറ്റം വന്നപ്പോൾ പുതിയ പ്രസിഡന്റിന്റെ കീഴിലെ ഒരു ഭരണകൂടം ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ നിലപാട്, അതികഠിനമായ ഇന്ത്യ വിരോധവും ഇന്ത്യ വിരുദ്ധ നിലപാടും എടുക്കുന്നതിന്റെ പിന്നിൽ ഒരു പരിധിവരെ ചൈനയും പാകിസ്ഥാനുമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ചൈനയുടെ ഒരു പ്രഖ്യാപിത പോളിസിയാണല്ലോ സ്ട്രിംഗ് ഓഫ് പേൾസ്. അതനുസരിച്ച് ഇന്ത്യയെ ചുറ്റി മാലദ്വീപിനെ ഉൾപ്പെടെയുള്ള ചെറിയ രാജ്യങ്ങളെ, ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും മാലദ്വീപിനെയും ശ്രീലങ്കയും എല്ലാം ഉൾപ്പെടുത്തി ഇന്ത്യക്കെതിരെ ഒരു നാവിക പ്രതിരോധം ഒരുക്കി തീർക്കുക. ഒരു ഉപരോധം എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും നാവികമായി ഇന്ത്യൻ നേവിയുടെ കടന്നുകയറ്റത്തെ ചെറുക്കുക എന്നൊരു ലക്ഷ്യവുമുണ്ട്. അതുകൊണ്ട് കടലുകൾ വാഴാൻ വെമ്പുന്ന ചൈനയുടെ ഒരു മോഹമാണ് മാലദ്വീപിനെ എന്ത് വില കൊടുത്തും കൂടെ നിർത്തുക എന്നത്. ഇടവേള. മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തും. ജനുവരി 17-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കും. ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡ് പോലീസ് പരിശോധിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പോലീസിനോട് കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൊച്ചിയിൽ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ന്യൂസ് 18നോട്. കേന്ദ്ര നടപടി ഓരോ കേരളീയനെയും ബാധിക്കും. കേന്ദ്രം തുടർച്ചയായി ഇത്തരം നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ചെലവുകളുള്ള മാസങ്ങളാണ് മുന്നിലുള്ളതെന്നും നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വല്ലാത്ത ഒരു അശനിപാതം പോലെയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിരന്തരമായി ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇതറിയാം, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തികമായ പ്ലാനിങ്ങിനെയും ബാധിക്കും. ഇപ്പം തന്നെ വലിയ ബുദ്ധിമുട്ടി കൂടിയാണ് പോകുന്നത്. എന്നാലും ഇത് കിട്ടും എന്നുള്ളത് കരുതിയാണ് ഇരിക്കുന്നത്. ബാക്കി കുറേ കാര്യങ്ങൾ മനയേണ്ടതുണ്ട്. ഒരു സംസ്ഥാനത്തിനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് സംസ്ഥാനത്തെ എല്ലാവരോടും കാണിക്കുന്ന ഒരു പൊതുവായ വൈദ്യ നിര്യാതന ബുദ്ധി പോലെ തന്നെ ഇത് പ്രവർത്തനത്തിൽ വരും. അർഹമായത് കിട്ടുന്നില്ല. നമ്മളിവിടുന്ന് പിരിക്കുന്ന ടാക്സിന്റെ അംശം കേരളത്തിന് വലിയ തോതിലാണ് കുറവ് കിട്ടുന്നത്, അവർ തരേണ്ടത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് കൊടുക്കുന്നത്. കണക്കുകളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. നവകേരള സദസ്സ് സംബന്ധിച്ച് വന്ന പരാതികൾ 2-3 തരം പരാതികളുണ്ട്. ക്വിക്കായിട്ട് എടുക്കേണ്ടതുണ്ട്, ചിലത് കുറച്ച് സമയമെടുക്കും. ചില പരാതികൾ നോക്കിയിട്ട് വളരെ ലോങ് പെൻഡിംഗ് ആയി കിടക്കുന്ന കാര്യങ്ങളാണ്. അതനുസരിച്ച് നോക്കിയാലേ പറ്റൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഓരോന്നിനും വ്യത്യസ്തമായ സമയമെടുത്തിട്ടാണ് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും പരമാവധി കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അതിന് യാതൊരു തർക്കമില്ല. മരുന്നിന് പോലുമില്ല മരുന്ന്. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാകുന്നു. വില കൂടിയ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണുള്ളതെന്ന് രോഗികൾ പറയുന്നു. കാരുണ്യ ഫാർമസികളിലും സ്ഥിതി വ്യത്യസ്തമല്ല.
ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം വീണ്ടും രൂക്ഷമാകുകയാണ്. ആവശ്യ മരുന്നുകൾ വില കുറവുള്ളവ ലഭ്യമാണ് എങ്കിലും വില കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന മരുന്നുകളാണ്. പ്രധാനമായും പനിക്കും മറ്റുമുള്ള സിറപ്പുകളടക്കമാണ് കൂടുതലായും ലഭ്യമാകാതിരിക്കുന്നത് എന്നാണ് രോഗികൾ വ്യക്തമാക്കുന്നത്. വലിയ വിലയുള്ള മരുന്നുകളടക്കം പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ രോഗികൾ. കാരുണ്യ ഫാർമസിയിലും സമാനമായ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. വിലപിടിപ്പുള്ള മരുന്നുകൾ ഫാർമസിയിൽ ലഭ്യമാകാത്ത സാഹചര്യമാണുള്ളത്. മരുന്നുകൾ എത്തിക്കുന്നതിൽ കാലതാമസം നേരിടുന്നു എന്ന ഒരു പരാതിയും രോഗികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏറെ ദിവസങ്ങളായി ഒരു സിറപ്പിനും മറ്റുമായി കയറിയിറങ്ങേണ്ട അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ സിറപ്പ് വാങ്ങുന്നതിന് വേണ്ടി ഡോക്ടറെ കണ്ടതിന് ശേഷം ഫാർമസിയിൽ എത്തിയവർക്ക് ഇപ്പോഴും ആ സിറപ്പുകൾ ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ട് എന്നാണ് രോഗികൾ വ്യക്തമാക്കുന്നത്. ഇപ്പം മരുന്നിന് എഴുതിയപ്പോൾ സിറപ്പാണ് കിട്ടാത്തത്. ടാബ്ലറ്റ് 5 കിട്ടി. 140 രൂപ വരെയായി ചുമയ്ക്കുള്ള മരുന്ന് സിറപ്പ്. ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ജനലാശുപത്രിയിൽ തന്നെയാണ് ഞങ്ങൾ. കുറച്ച് ദിവസം കൊണ്ടാണ് അവർ പറഞ്ഞത്. വേറൊന്നുമില്ല, സിറപ്പില്ല, പുറത്തുനിന്ന് മേടിക്കണം എന്ന് പറഞ്ഞു. വലിയ വിലയായിരിക്കും. ജനറൽ ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകുമ്പോഴും രോഗികൾക്ക് ആവശ്യ സമയത്ത് മരുന്നുകൾ എത്തിക്കാൻ വൈകുന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി തുടങ്ങിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് 1 വർഷം പൂർത്തിയായിട്ടും പരാതികൾ തീരുന്നില്ല. പല രോഗങ്ങൾക്കും ചികിത്സ തേടി ആശുപത്രിയിൽ പോയാൽ മെഡിസെപ്പ് ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നാണ് സർക്കാർ ജീവനക്കാരുടെ പരാതി. മെഡിസെപ്പ് ആനുകൂല്യം ഉണ്ടെങ്കിലും മുട്ടുശസ്ത്രക്രിയ, ഇടുപ്പെല്ല് ശസ്ത്രക്രിയ തുടങ്ങിയവയ്ക്ക് സർക്കാർ ആശുപത്രികളിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് രോഗികൾ. മെഡിസെപ്പ് ആരംഭിച്ചത് ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും വിഹിതം ശേഖരിച്ചാണ്. സർക്കാർ ആവേശത്തോടെ നടപ്പാക്കിയ പദ്ധതിക്കെതിരെ നിരവധി പരാതികളാണ് ഇപ്പോൾ ഉയരുന്നത്. 2022 ജൂലൈ 1 മെഡിസെപ്പ് പദ്ധതിയുടെ തുടക്കം. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരുമടക്കം 30 ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യം ലഭിക്കും. പദ്ധതിയിൽ അംഗങ്ങളായവർ പ്രതിമാസം 500 രൂപ വീതമാണ് അടയ്ക്കേണ്ടത്. ഓരോ കുടുംബത്തിനും 3 വർഷത്തേക്ക് 3 ലക്ഷം രൂപയായിരുന്നു പരിരക്ഷ. ഇതിൽ 1 വർഷത്തേക്ക് 1.5 ലക്ഷത്തോളം രൂപ ഉപയോഗിക്കണമെന്നും അല്ലാത്തപക്ഷം ആ തുക അസാധുവാകുമെന്നുമായിരുന്നു കരാർ. മിക്കവാറും രോഗങ്ങൾക്കും ആദ്യഘട്ടത്തിൽ ചികിത്സകൾക്ക് മെഡിസെപ്പ് പരിരക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതല്ല സ്ഥിതി. ഇടുപ്പെല്ലിന് പ്രശ്നമുള്ള ആൾ ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ കയ്യിൽ നിന്ന് തുക നൽകേണ്ടി വരും. മെഡിസെപ്പിന്റെ കീഴിലാണെങ്കിലും ചില രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിന്മാറിയത് ചികിത്സ തേടുന്നവരെ വെട്ടിലാക്കി. ക്യാഷ്ലെസ് പദ്ധതി എന്ന് പറഞ്ഞ മെഡിസെപ്പ് ഇപ്പോൾ അങ്ങനെയല്ലെന്ന പരാതിയും വ്യാപകമാണ്. മെഡിസെപ്പുമായി കരാറുള്ള ആശുപത്രികളിൽ പോയാൽ പോലും പണം നൽകേണ്ട അവസ്ഥയാണെന്ന് ഉപഭോക്താക്കൾ കുറ്റപ്പെടുത്തുന്നു. ഇൻഷുറൻസ് പരിരക്ഷാ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. സാഹചര്യത്തിലും മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള സ്തുതിഗീതത്തെ തള്ളാതെ LDF കൺവീനർ EP ജയരാജൻ. ഒരാളെ ജനം വല്ലാതെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെക്കുറിച്ച് പാട്ടും സിനിമയുമൊക്കെ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്, അതിൽ തെറ്റില്ല. എന്നാൽ നേരത്തെ P ജയരാജനെ ഇതേ വിഷയത്തിൽ പാർട്ടി ശാസിച്ചത് പഴയ ചരിത്രമാണ്. അതിപ്പോൾ ചർച്ച ചെയ്യേണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. മനുഷ്യരിൽ പൊതുനിലകളെ കാണുമ്പോൾ കൂടുതൽ താല്പര്യങ്ങളോ സ്നേഹമോ ഒക്കെ ഉണ്ടായേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവിത എഴുതും, പാട്ട് പാടും, നാടകമുണ്ടാക്കും, സിനിമയുണ്ടാക്കും. അതെല്ലാം ഓരോരോ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒരു സമീപനത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ്. ആ നിലയിൽ ആ പ്രശ്നങ്ങൾ കണ്ടാൽ മതി. P ജയരാജന്റെ പ്രശ്നമൊന്നും ഇവിടെ ഉന്നയിക്കേണ്ട വിഷയമില്ല. അതിൽ കഴിഞ്ഞു പോയൊരു അധ്യായം. ജയരാജന്റെ കുറിച്ച് നടപടിയൊന്നും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഒരു സംഘടനയും ഇല്ല. ആരെങ്കിലും ഉണ്ടാക്കിയതിൻ്റെ ഒന്നും പിതൃത്വം P ജയരാജൻ ഏറ്റെടുത്തിട്ടില്ല. ഇത് PJ ആർമി പാർട്ടിയെ ദ്രോഹിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ചിലർ ഇങ്ങനെ ചില ഇതുണ്ടാക്കി പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം P ജയരാജനാണോ? ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം എത്ര വലുതാണ്? അതുപോലെ മനുഷ്യരിലുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയും. അതൊന്നും നിങ്ങളിപ്പോൾ ഈ തരത്തിൽ വ്യാഖ്യാനിച്ച് അതൊരു പ്രചരണമാക്കേണ്ട ഒരു കാര്യവുമില്ല.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേട് ആരോപിച്ച് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ലോകായുക്ത വിധിക്കെതിരായ അപ്പീലാണ് ഹൈക്കോടതി പരിഗണിച്ചത്. കോടതി മുഖ്യമന്ത്രിയുടെയും മുൻ മന്ത്രിമാരുടെയും നിലപാട് തേടി. ചട്ടപ്രകാരം മുഖ്യമന്ത്രിക്ക് കത്തയക്കും. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി നേരത്തെ ലോകായുക്ത തള്ളിയിരുന്നു. ഈ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ RS ശശികുമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കാൻ തീരുമാനിച്ചത്. ഉദ്യോഗസ്ഥ തലത്തിൽ നേരത്തെ തീർപ്പ് കൽപ്പിച്ച വിഷയങ്ങളാണെങ്കിലും നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ വീണ്ടും പരിശോധന വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വകുപ്പ് സെക്രട്ടറിമാർക്കാണ് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയത്. നവകേരള സദസ്സിലെ പരാതി പരിഹാരം വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം 12-ന് ചേരും. മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും തീർപ്പുണ്ടാക്കുകയും ചെയ്ത പരാതികൾ നവകേരള സദസ്സിൽ വീണ്ടും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ പരിശോധനയും നടപടിയും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഒരിക്കൽ തീർപ്പ് കൽപ്പിച്ചതാണെന്ന് കരുതി നവകേരളത്തിൽ ലഭിച്ച പരാതികളെ അവഗണിക്കാൻ പാടില്ല. അന്നത്തെ തീരുമാനത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാകും വീണ്ടും പരാതിയുമായി നവകേരള സദസ്സിൽ എത്തിയത്. അതുകൊണ്ട് പുതിയ പരാതികളിൽ കൃത്യമായ തീരുമാനം വേണമെന്നും സ്വീകരിച്ച നടപടി അപേക്ഷകനെ ബോധ്യപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് ഏറ്റവും പ്രാധാന്യത്തോടെ നവകേരള സദസ്സിലെ പരാതികൾ പരിശോധിച്ച് തീർപ്പുണ്ടാക്കണമെന്നാണ് നിർദ്ദേശം. 12-ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഓരോ വകുപ്പുകളിൽ ലഭിച്ച പരാതികളും അതിൽ ഇതുവരെ കൈക്കൊണ്ട നടപടികളും പരിശോധിക്കും. തുടർ നിർദ്ദേശങ്ങളും ഉണ്ടാകും. 14 ജില്ലകളിൽ നിന്നായി 7 ലക്ഷത്തിലധികം പരാതികളാണ് നവകേരള സദസ്സിൽ ലഭിച്ചത്. ഇത് സമയബന്ധിതമായി തീർപ്പാക്കണമെന്ന സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും ഇതുവരെയും നടപ്പായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിക്കുന്നത്. നേരത്തെ റവന്യൂ മന്ത്രിയും യോഗം വിളിച്ചിരുന്നു. പരാതി പരിഹാര മേൽനോട്ട ചുമതല ചീഫ് സെക്രട്ടറിക്കാണ്. ജില്ലകളിൽ കളക്ടർമാർക്കും ചുമതല നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശി പരിമളമാണ് തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. രാവിലെ ജോലിക്ക് പോകുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. 6 കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു കാട്ടാന പരിമളത്തിനും കൂടെയുണ്ടായിരുന്നവർക്കും നേരെ പാഞ്ഞെടുത്തത്. കാട്ടാനക്കൂട്ടത്തെ കണ്ട് മറ്റു തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാവിലെ അവർ 8:30 പണിക്ക് പോകുമ്പോൾ നമ്മുടെ പന്തിരിക്കളത്തിനടുത്തും മറ്റേ പണിയാർക്ക് ഇടയ്ക്ക് വെച്ച് ഇവരെ ആണ് ചവിട്ടി. സ്ത്രീ തൊഴിലാളിയാണ്. അപ്പോൾ ഒരാൾ ചവിട്ടി, ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവരൊക്കെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കൂവിയൊക്കെ പിന്നെ ആണ് വിട്ടത് ഇവരെ. ഇല്ലെങ്കിൽ വലിയ അപകടമായിരിക്കും. ഏറെ നേരം കാട്ടാനക്കൂട്ടം പ്രദേശത്ത് നിലയുറപ്പിച്ചു. നാട്ടുകാർ ബഹളം വച്ചതോടെയാണ് കാട്ടാനകൾ പിന്മാറിയത്. ആദ്യം രാജകുമാരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു ചികിത്സ നൽകിയ ശേഷം പരിമളത്തെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് 18 ഇടുക്കി. കൊച്ചിയിൽ ലോഡ്ജിൽ യുവതിക്ക് നേരെ ഉടമയുടെ ആക്രമണം. എറണാകുളം നോർത്തിലുള്ള ബെൻ ടൂറിസ്റ്റ് ഹോം ഉടമയായ ബെൻ ജോയ്, സുഹൃത്ത് ഷൈജു എന്നിവർ ചേർന്നാണ് യുവതിയെ മർദ്ദിച്ചത്. ലോഡ്ജിൽ താമസിക്കാനെത്തിയ യുവതിക്ക് നേരെയാണ് മർദ്ദനമുണ്ടായത്. ഹോട്ടലിൽ നടന്ന വാക്കുതർക്കത്തിനിടെ ഉടമ മർദ്ദിച്ചെന്ന യുവതിയുടെ പരാതിയിൽ പ്രതികളെ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. യുവതിയും സുഹൃത്തുക്കളും അടങ്ങുന്ന 8-അംഗ സംഘമാണ് ഹോട്ടലിൽ താമസിക്കാനെത്തിയത്. 2 മുറികളെടുത്തായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പുറത്തുപോയി തിരിച്ചുവന്ന സമയത്താണ് ഹോട്ടൽ ലോബിയിൽ വെച്ച് വാക്കുതർക്കമുണ്ടായത്. പിന്നീട് ഹോട്ടൽ ഉടമ ബെൻ ജോയ് ഇടപെടുകയും യുവതിയുടെ മുഖത്ത് 2 തവണ അടിക്കുകയുമായിരുന്നു. അയോധ്യ ഒരുങ്ങും. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് ആദ്യം ക്ഷണം ലഭിച്ചത് അമൃതാനന്ദമയിക്ക്. വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പിയാണ് അമൃതാനന്ദമയിക്ക് ക്ഷണപത്രം നൽകിയത്. ജനറൽ സെക്രട്ടറി BR രാജശേഖരൻ, ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ട്രഷറർ ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിശ്വാസികളെ സ്വീകരിക്കാൻ അണിഞ്ഞൊരുങ്ങുകയാണ് അയോധ്യ.
വിശ്വാസികളെയും വിശിഷ്ടാതിഥികളെയും സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ തകൃതിയാണ്. വിശിഷ്ടാതിഥികൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സർസംഘചാലക് മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർക്ക് പുറമെ 8000-ലധികം വിശിഷ്ട വ്യക്തികളാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ചടങ്ങിന്റെ ഭാഗമായി 100 ചാർട്ടേഡ് വിമാനങ്ങളാണ് അയോധ്യയിലേക്ക് സർവീസ് നടത്തുക. സുൽത്താൻപൂർ, അംബേദ് നഗർ, അസംഘട്ട് എന്നിവിടങ്ങളിൽ എയർ സ്ട്രിപ്പുകൾക്കായി സജ്ജീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. ഓരോ അതിഥിക്കുമുള്ള ക്ഷണപത്രത്തിൽ ഒരു QR കോഡ് സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട്. ജനുവരി 21, 22 തീയതികളിൽ ഹോട്ടലുകൾക്ക് ബുക്ക് ചെയ്യുന്നതിന് പൊതുജനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തി. ഈ ദിവസങ്ങളിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ, മാധ്യമപ്രവർത്തകർ, വിവാഹം, ചികിത്സ തുടങ്ങിയ അടിയന്തര ആവശ്യക്കാർ എന്നിവരെ മാത്രമായിരിക്കും ഹോട്ടലുകളിൽ റൂം ബുക്ക് ചെയ്യാൻ അനുവദിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 11ാമത് സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേളയിൽ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം ന്യൂസ് 18 കേരളത്തിന്. കോഴിക്കോട് വടകര പ്രതിനിധി സുശാന്ത് വടകരയ്ക്കാണ് പുരസ്കാരം. അവാർഡ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. ഇരിങ്ങൽ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജാണ് മേള നടത്തിയത്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കൊച്ചി കാക്കനാട്ടെ സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ സിനഡ് കുർബാന തടയാൻ ശ്രമം. ഒരു വിഭാഗം പള്ളി വികാരിയുടെ മുറിയിൽ കയറി പ്രതിഷേധിച്ചു. ഗവർണർക്കെതിരെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി ആരിഫ് മുഹമ്മദ് ഖാൻ അഹങ്കാരത്തിന്റെ ആൾരൂപമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇടതുപക്ഷ സർക്കാരിനെ ജനപക്ഷ നിലപാടുകളെ എങ്ങനെ തുരങ്കം വെക്കുവാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തുന്ന ആളാണ് ഗവർണറെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി. ഗവർണർക്കെതിരായ MM മണിയുടെ പരാമർശത്തിനെതിരെ AP അബ്ദുള്ളക്കുട്ടി, MM മണി വായി തുറക്കുന്നത് ഭക്ഷണം കഴിക്കുവാനും തെറി പറയാനുമാണ്. ഗവർണർക്കെതിരെയുള്ള മണിയുടെ പരാമർശങ്ങൾ കേരളത്തിന്റെ അന്തസ്സിനും സംസ്കാരത്തിനും യോജിച്ചതല്ലെന്നും അബ്ദുള്ളക്കുട്ടി. ബിൽക്കീസ് ബാനു കേസിലെ സുപ്രീംകോടതി വിധി ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഗുജറാത്ത് സർക്കാരിൽ എത്രമാത്രം പക്ഷപാതപരമായാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് വ്യക്തമാകുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി. കോഴിക്കോട് പലസ്തീൻ അനുകൂല പോസ്റ്റർ ഭക്ഷണശാലയിൽ പതിച്ച സംഭവത്തിൽ 6 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. കോഴിക്കോട് ബീച്ചിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർബക്സ് ഔട്ട്ലെറ്റിലാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരായ 6 പേർ പോസ്റ്റർ പതിച്ചത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5750 രൂപ, പവന് 46,000 രൂപ. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 4785 രൂപ, പവന് 38,280 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി